അനുപമ സൗഹൃദമാർന്നു. അലാവുദ്ദീൻ തൻ അത്ഭുത വിളക്ക് കവർന്നെടുത്തവർ തൻ മുന്നിൽ അടിമ കണക്കെ നിന്നോ ഭൂതം. അൻപെഴുന്നൊരു ഭൂതം, കൽവിൽ അൻപു നിറഞ്ഞൊരു ഭൂതം. നേതാവോ കളക്ഷൻ കിട്ടിയത് എത്രയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കുമല്ലേ? എന്നാ നീ വന്നറിഞ്ഞോ? എടാ പരമതണ്ടിയെ ഞാനങ്ങ് പൊക്കി. നിനക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? നീ മന്ത്രിയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കോ? ഞാൻ എന്റെ കളക്ഷൻ തോപ്പിയൊക്കെ ഊരി വെക്കാടാ. ചന്ദ്രമോഹന്റെ ശബ്ദമല്ലല്ലോ. ചന്ദ്രമോഹനോടെ ഫോൺ ചന്ദ്രമോഹൻ കൊടുക്ക്. കമ്മീഷണർ നിന്റെ കമ്മീഷണർ അടിയൻ കൊടുത്തുകൊള്ളാം. അതിനു മുമ്പ് ഈ വിളിക്കുന്ന ഏമാന്റെ പേരും ഏമാൻ നിൽക്കുന്ന സ്ഥലവും ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഭരത്, സിറ്റി പോലീസ് കമ്മീഷണർ ഭരത്. സാർ ഇപ്പൊ കൊടുക്കാം സാർ. ഇതാ സർ. ചന്ദ്രമോഹൻ, താനിത് എവിടെ പോയി കിടക്കായിരുന്നോ? സോറി സർ, മനു എന്ന പയ്യൻ സൈക്കിളിൽ കയറി പോകുമ്പോ പിടിക്കാനായി പുറകെ ചെന്നതാ. ഈ പരട്ട SI എന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു സർ. അവനെ കിട്ടിയില്ല സർ. ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ അവനുണ്ട്. അവിടുത്തെ ഹോട്ടൽ ഉടമ വിളിച്ചു പറഞ്ഞതാ വേഗം ചെന്ന് അവനെ കസ്റ്റഡിയിൽ എടുക്ക. സർ, താനൊരു മാതൃകാ പോലീസുകാരനാണോ? ഒരു സഹപ്രവർത്തകനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടേ? അബദ്ധം പറ്റിപ്പോയി. അബദ്ധം? എന്റെ കയ്യിൽ ഇങ്ങനെ ഒരിക്കൽ നീയും ഒന്ന് പെടുവടാ. ഈ ഇടിയൻ ചന്ദ്രമോഹന്റെ ഇടി നീ കണ്ടിട്ടില്ലല്ലോ. കാണാനുള്ള മഹാഭാഗ്യം അടുത്ത് തന്നെ ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. കമ്മീഷണറുടെ ഓർഡറാ, എനിക്കൊരു ജീപ്പ് വേണം. എടുത്തോളൂ സാർ. ഒരു നിമിഷം. കമ്മീഷണറുടെ അടുത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ദയവേത് ഈ ഹതഭാഗ്യനെ സസ്പെൻഡ് ചെയ്യിക്കരുത്. സസ്പെൻഷൻ? ഇതിരിക്കട്ടെ. കാണിക്കുന്നു. കേവലം ബാലകനായ അവിടുന്ന് പലകുറി തല്ലിയതിനുള്ള ശിക്ഷയാണ്. ഇത്രയും മതിയോ യജമാനൻ? എനിക്ക് പലപ്പോഴേ കിട്ടിയതല്ലേ, ഒറ്റയടിക്ക് തിരികെ കൊടുത്തു. ഇനി എന്നെ കണ്ണാപ്പ പഠിപ്പിച്ച് പൊളിച്ചെന്നെ കണക്ക്. അതിനും വഴിയുണ്ട് യജമാനൻ. ജാസ്മിൻ, നീതു, നിഖിൽ ശരണ്ന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? അതിലെനിക്ക് സംശയമുണ്ട് സർ. മനുവിനെ എന്നെ ഒരുമിച്ച് കാണാനില്ല എന്നറിയുമ്പോൾ സംശയം തോന്നി ആ കുട്ടികൾ അവനെ എവിടേക്കെങ്കിലും മാറ്റിക്കൂടാന്നില്ല. SI ഗോകുൽദാസ് ചെയ്ത പണിയാ. ഒന്ന് പൊട്ടിക്കാൻ എന്റെ കൈ തരിച്ചതാ. ഞാൻ ഏതായാലും അവന്റെ വീട്ടിലേക്ക് പോവാ. എങ്ങോട്ട് മാറ്റിയാലും കുട്ടികളെയും കൊണ്ട് ഞാൻ ഓഫീസിലെത്തും. ഹോട്ടലിൽ ചെന്ന് മനുവിനെയും കൂട്ടി ചന്ദ്രമോഹൻ ഓഫീസിലേക്ക് വാ. സർ, കുട്ടികളെയും കേസിൽ ഇൻവോൾവ് ആയ എല്ലാവരെയും മന്ത്രിയുടെ മുമ്പിൽ നിർത്തി കൊടുക്കണം എനിക്ക്.
ഇന്ന് തന്നെ. സർ. മനുവിനെ കണ്ടില്ലേ? ഇല്ല, നോക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല. ബീഡി വലിക്കുന്ന ശീലം ഉണ്ടല്ലോ അവന്. ജംഗ്ഷനിലെ എല്ലാ കടകളിലും അന്വേഷിച്ചു, അവിടെ ഒന്നും അവൻ ചെന്നിട്ടില്ല. 4 കുട്ടികളെയും കണ്ടുപിടിച്ച് കൊല്ലാൻ നടക്കുക കാലകയൻ. അങ്ങനെയല്ലേ ബാബ പറഞ്ഞത്? നമ്മളെല്ലാരും ഉറങ്ങുമ്പോ കാലകയന്റെ ആൾക്കാർ വന്ന് അവനെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് എന്റെ പേടി. ഏയ്, കാലകേയിന്റെ ആൾക്കാരാണെങ്കിൽ മനുവിനെ മാത്രമായിട്ട് കൊണ്ടുപോകും, ഇവരെയും കൂടി കൊണ്ടുപോകേണ്ടതല്ലേ? അവൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പോയതാ. ജാസ്മിൻ എവിടെ? ഇവിടെയുണ്ട്. ജാസ്മിൻ, മോളെ ജാസ്മിൻ. ജാസ്മിൻ, ജാസ്മിൻ, മോൾ എന്താ ഈ തിരയുന്നേ? എന്റെ മോതിരം. മോതിരം? ഉറങ്ങാൻ കിടക്കുന്ന വരെ എന്റെ വിരലിലുണ്ടായിരുന്നു, ഇപ്പൊ അത് കാണുന്നില്ല. എവിടെ പോവാനാ? മോള് വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. നോക്ക്. കവിത, നോക്കണ്ട, അത് കിട്ടില്ല. ഉറങ്ങിക്കിടക്കുന്ന ജാസ്മിന്റെ വിരലിൽ നിന്ന് മോതിരം ഊരിയെടുത്തിട്ടാ മനു പോയിരിക്കുന്നത്. അച്ഛനമ്മമാരെ കണ്ടുപിടിക്കുക എന്നത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ. ജീമ്പുംബയുടെ സഹായത്തോടെ അതിനായിരിക്കും അവന്റെ ശ്രമം. ശരൺ, അത് അപകടമാ. കാലകേന്റെയോ അയാളുടെ ആൾക്കാരുടെയോ കണ്ണിപ്പെട്ട മോതിരം തട്ടിയെടുത്തിട്ട് അവർ മനുവിനെ കൊല്ലും. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. എവിടെ? ആഹാരം വിൽക്കുന്ന ഒരു വ്യാപാരശാലയിൽ പലവട്ടം ദ്രോഹിച്ച ഉടമസ്ഥനോട് പ്രതികാരത്തിന് തക്കം പാർത്തു നിൽക്കുന്നു. തുണയ്ക്ക് മോതിരത്തിന്റെ നാഥനായ ആ കുട്ടിഭൂതവും. അവനവിടെ സേഫാണോ ഇമ്രാൻ? ആ ബാലകനെ പിടിച്ചോണ്ട് പോകാൻ തലപ്പാവും കാൽസറായും പാദരക്ഷയും ധരിച്ച ഒരധികാരി വാഹനത്തിൽ പോകുന്നു. അയ്യോ, പോലീസാണോ? ഇമ്രാൻ, പോലീസിന് അവനെ കിട്ടരുത്, അത് അവൻ ആപത്താണ്. ഇമ്രാൻ അവൻ ഇവിടെ എത്തിക്കണം, എത്രയും പെട്ടെന്ന്. ആലംബന. അങ്ങനെ എല്ലാ കടങ്ങളും വീട്ടി. ഇനി ആ പൊള്ളലുണങ്ങി നീറ്റല് മാറണമെങ്കിൽ മിനിമം 1-2 ആഴ്ചയെങ്കിലും എടുക്കും. ഞാൻ അനുഭവിച്ചതല്ലേ. അധർമ്മികൾക്ക് ശിക്ഷ നൽകുന്നത് പാപമല്ല. ഇനി എന്ത് ചെയ്യണം? യജമാനൻ കൽപ്പിക്കേ വേണ്ടൂ. മതി ജീമ്പൂമ്പ. ഇനി ഓർഡർ ചെയ്ത് ചിക്കൻ 65ഉം പൊറോട്ടയും കഴിച്ച് ബില്ലും 1000 രൂപ ടിപ്പും മുതലാളിയുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്ത് മുഖത്ത് നോക്കി കളിയാക്കി ഒരു ചിരിയും ചിരിച്ചിട്ട് ഇറങ്ങിപ്പോണം.
ഹക്കീം അയ്യോ, ഇമ്രാൻ ഭൂതം. അതെ ജീംബൂമ്പ. അല്ല ജീംബൂമ്പ ഇതെവിടെ പോയി? ജീംബൂമ്പ, ജീംബൂമ്പ. മോതിരം തൊട്ട് വിളിച്ചിട്ട് വരുന്നില്ലല്ലോ. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. ദൈവമേ, ചിക്കനും പൊറോട്ടയും കഴിച്ചിട്ട് കൊടുക്കാൻ കാശില്ലെങ്കിൽ വീണ്ടും പ്ലേറ്റ് എടുക്കാൻ നിൽക്കേണ്ടി വരും. കാറിൽ ഗമയിലൊക്കെ വന്നിട്ട് ആകെ നാണക്കേടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒയ്യോ, കാണുന്നില്ലല്ലോ. ഇവനിതെവിടെ പോയി? ഇവനെന്താ കുട്ടിച്ചാത്തന്റെ ത്രിപുത്രനോ? ഇമ്രാൻ, നീ വിളക്കിലേക്ക് പൊക്കോ. ആലംബന ജാസ്മിന്റെ വിരലിൽ നിന്ന് മോതിരം ഊരിയെടുത്ത് ആരോടും പറയാതെ ഒറ്റ പോക്ക് അല്ലേ? അതും രാത്രിയില്. ഇതിനൊക്കെ നല്ല പെട വെച്ച് തരാ വേണ്ടത്. വാ ഇങ്ങോട്ട്. ദേ, എല്ലാവരോടും ആയിട്ട് ഞാൻ പറയാ, ഇനി എന്റെ അനുവാദമില്ലാതെ ഈ വീട് വിട്ട് നിങ്ങൾ ആരെങ്കിലും പോയാ എന്റെ തനി ഗുണം നിങ്ങൾ അറിയും. മനസ്സിലായോ? ജാസ്മിന്റെ മോതിരം ഊരി കൊടുക്ക്. കുട്ടിക്കള്ളൻ. മനു, ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയാ. പോലീസിനെ പോലും അറിയിക്കാതെ, സ്വന്തം വീടുകളിലേക്ക് പോലും പോകാൻ അനുവദിക്കാതെ നിങ്ങളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ കാലകേന്റെ ആൾക്കാർ നിങ്ങളെ കൊല്ലും. അതുകൊണ്ടാണ്. എന്നാലും നീ ആരോടും പറയാതെ രാത്രി മോതിരം എടുത്തോണ്ട് പോവല്ലേ? എന്താ പപ്പ? എന്താ പപ്പ കാര്യം പറയാ? നീ വാ. അയ്യോ പപ്പ, ശരൺ, പോലീസ് ശരണ്. ശരൺ, നീ എങ്ങോട്ട് പോന്നെ? നിനക്ക് കിടക്കണോ ചെയ്യില്ല? പപ്പ, ശരൺ. നിഖിൽ ബാലചന്ദ്രൻ, ജാസ്മിൻ നസീർ, നീതു മഹേഷ്, മനു. കഴിഞ്ഞ 1.5 മാസക്കാലമായി പോലീസ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടികൾ. പ്രതിസ്ഥാനത്തിപ്പോ നീയാ. നിനക്ക് വേണ്ടിയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന് സെയ്ത്താൻ ബാപ്പുട്ടി മൊഴി നൽകിയാൽ പിന്നെ നീ അകത്താ. ജാമ്യം പോലും കിട്ടില്ല. സാറ് പറയുന്ന സെയ്ത്താൻ ബാപ്പുട്ടി എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു ഈ കുട്ടികൾ. ഇവരുടെ ജീവൻ ആപത്താണെന്ന് അറിഞ്ഞപ്പോ ഞാൻ സംരക്ഷിച്ചു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. സംരക്ഷിക്കാൻ നീ ആര്? പോലീസിന് മേലെ നിൽക്കുന്ന സൂപ്പർ പോലീസോ? ജാസ്മിൻ നസീർ, ഇവളെയും കൂട്ടി നീ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ചപ്പോ നീ കള്ളം പറഞ്ഞു. ഇവളെ അറിയില്ല, കണ്ടിട്ടില്ല, ജാസ്മിൻ നസീർ എന്ന പേര് പോലും കേട്ടിട്ടില്ലെന്ന്. സാർ, അത് എല്ലാം ഈ കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ആയിരുന്നു. അതൊക്കെ കോടതി പറയാം. നീ നടക്ക. സാർ, ഞാൻ നടക്ക്. കമാൺ. മോളെ നിൽക്ക്. ശരൺ, ഇപ്പൊ എല്ലാ കുറ്റവും ശരണിന്റെ തലയില. എന്താ ഇപ്പൊ ചെയ്യാ പപ്പ? ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ അവനിങ്ങ് വന്നോളൂ.
യജമാനന്റെ